ഒരു കാര്യം നമ്മളൊരു ഒരു ഒരു നോർമൽ മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ തിങ്ങി പാർക്കുന്നത് കൊച്ചിയിലാണ്. എറണാകുളത്ത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ 5-6 ഏക്കർ സ്ഥലങ്ങളുള്ളവരൊക്കെ കൊച്ചി പോയി ഒരു 1 BHK ഒരു റൂമോ 2 റൂമിൽ താമസിക്കണമെങ്കിൽ അതിന് കാതലായ കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എയർപോർട്ടുണ്ട്, ഏറ്റവും നല്ല സ്കൂളുകളുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എറണാകുളം സിറ്റിയിലുണ്ടെന്നുള്ളതാണ്. കാരണം ഈ സെയിം ലോജിക്ക് നമുക്ക് കാട്ടിലോട്ട് നമ്മുടെ വയനാടും കാട്ടിനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ കാട് നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, ശോഷണം വന്നു, കാട്ടിൽ വെള്ളമില്ല, കുടിക്കാനൊന്നുമില്ല, കാട് കുടിയേറ്റമാണ്. ഇതൊന്നുമല്ല കാര്യം. കാരണം ഒരു മൃഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കാടാണ് വയനാട്. ഒരുപക്ഷെ ഞാൻ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ മുക്കുരുത്തിയിൽ നിന്ന് സൈരന്ധ്രി വരെ 3 ദിവസം നടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാടാണ്. പക്ഷേ ആ കാടിനകത്ത് ഞങ്ങൾ നടന്നപ്പോഴത്തേക്കും 3 ദിവസം പോലും ഒരു മൃഗത്തെ പോലും കണ്ടിട്ടില്ല. 1-2 സാമ്പാർ ദൂരെ നിന്ന് നടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേക്കിന് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ അതിന് പറ്റിയ ഇപ്പം കടുവയാണെങ്കിൽ ഒരു കടുവയ്ക്ക് ഒരു 50-60 മാനുകൾ വേണം ഒരു വർഷം ജീവിക്കാൻ. അപ്പോൾ 50-60 മാനുകൾ വേണമെങ്കിൽ ഒരു 500 മാനുകളെങ്കിലും അതിൻ്റെ ടെറിട്ടറിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴത്തേക്കിന് അതിന് പറ്റി ഇഷ്ടംപോലെ മാനുകളുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ വെള്ളമുണ്ട്, മെയിലാണെങ്കിൽ ഫീമെയിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്, അതിന് പറ്റിയ കാടാണ് അത്. ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് മുഴുവൻ ഈ ആനിമൽസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കോട്ടഗിരി കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് പോയപ്പോൾ അവൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് ഞങ്ങൾ 4 കരടി താഴെ കൂടെ നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ് മുഴുവൻ ആനിമൽസ് ഉണ്ട്. അവിടുന്ന് ആനിമൽ വെളി വരുന്നുണ്ട്. ഈ ആനിമൽ വെളി വരുന്ന ആനിമലും നമ്മൾ മനസ്സിലാക്കേണ്ട 2 തരത്തിലുള്ള ആനിമലാണ് വെളി വരുന്നത്. ഇപ്പോൾ ആനകളുടെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു 30 വർഷം മുമ്പ് ആനകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ആനകളുടെ എക്സ്പേർട്ടായിട്ടുള്ള രാമൻ സുകുമാർ പുള്ളിയുടെ തീസിസിൽ എഴുതി വെച്ചൊരു രസകരമായ കാര്യമുണ്ട്. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത്. കാരണം ഈ ആനകൾ ഒരു 10-12 അല്ല 14 മണിക്കൂർ കാട്ടിലൂടെയൊക്കെ മൊത്തം നടന്നിട്ട് അവർക്ക് ഭക്ഷണം തേടുകയാണ്. ആ ഭക്ഷണം തേടുന്നതിന് പകരം ഇവർ നാട്ടിൻപുറത്ത് സൈഡിൽ വന്ന് നമ്മുടെ കാടിനടുത്തുള്ള എഡ്ജസ് വന്ന് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ആൾക്കാർ കൃഷി ചെയ്യുന്നു. അവിടെ വാഴ കൃഷിയുണ്ട്, കരിമ്പുണ്ട്, പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബൊഫെ അവിടെ നിരത്തി വെച്ചേക്കാണ്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് അവർക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ്, ആൾക്കാർ പടക്കം പൊട്ടിക്കും, ചിലപ്പോൾ തീപ്പന്തം എടുത്തെറിയും, അല്ലെങ്കിൽ കൂട്ടമായിട്ടൊന്ന് ആനയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സമൃദ്ധമായ ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് അവർ ഹാബിച്വേറ്റഡ് ആവും. ഇങ്ങനെയുള്ള ഹാബിച്വേറ്റഡ് ആനിമൽസാണ് ഇപ്പോൾ ഹസൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ പിടിച്ചിട്ട് കോൾഡർ ചെയ്തത്. കാരണം അവർക്കവിടെ ഒരു പ്രശ്നമുള്ള ആനിമൽസിനെയാണ് അവർ പിടിച്ച് ബന്ദിപ്പൂരും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാടിൻ്റെ സൈഡിൽ കൊണ്ട് വിട്ടേക്കുന്നത്. ആ ആനിമലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കടുവകൾ എന്തുകൊണ്ട് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുന്നു? അത് ഭയങ്കര രസകരമാണ്. നമ്മളോർക്കും കാട്ടിൽ കാണുന്ന കടുവകളെല്ലാം ഇങ്ങനെ ഒരു വരിവരിയായിട്ട് നാട്ടിൻപുറത്തോട്ട് ഇറങ്ങി വരുന്നതല്ല. 2 തരത്തിലുള്ള കടുവകളാണ് സാധാരണ ഇറങ്ങുന്നത്. അത് നമ്മൾ സാധാരണ ഒരു സയൻറ്റിഫിക് ടൈമിൽ പറഞ്ഞാൽ ട്രാൻസിയൻസ് എന്ന് പറയല്ലേ, ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ടെറിട്ടറി ഇല്ലാത്ത ടൈഗേഴ്സാണ്. ഒന്നാമത്തെ ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 2 വയസ്സ് വരെയാണ് സാധാരണ ഈ കടുവകൾ, യങ് കടുവകൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. 2 വയസ്സ് കഴിഞ്ഞാൽ അത് അമ്മയുടെ നിന്ന് കൂട്ടം തെറ്റിയിട്ട് അമ്മ തന്നെ അവരെ പുഷ് ചെയ്ത് വെളിയിലാക്കും. അപ്പോൾ അത് വെളി വന്നിട്ട് സ്വന്തമായിട്ട് ടെറിട്ടറി തേടണം. അപ്പോൾ നമ്മുടെ കാടിൻ്റെ പ്രത്യേകത ഓൾറെഡി ഒത്തിരി കടുവകൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ്. അപ്പോൾ അവർക്ക് വെളിയിലോട്ട് വരാൻ സ്ഥലമില്ല. അവർ വെളി വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന നമ്മുടെ ടീ പ്ലാന്റേഷനും നമ്മുടെ നല്ല കാപ്പിത്തോട്ടങ്ങളും ഒക്കെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഒന്നാമത്തെ ട്രാൻസിയൻസ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രായമായ കാടിനകത്ത് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള വലിയൊരു ആൺകടുവയുണ്ട്. ഡേവിഡ് പറഞ്ഞു വരുന്നത് നമ്മുടെ കാടിന് വിസ്തൃതി കുറവാണെന്നാണ്. വിസ്തൃതി കുറവൊന്നുമില്ല. കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് ഏതാണ്ട് 10-30%, വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം 29% വനമുണ്ട്. അത് ചെറിയ ഏരിയ അല്ല കേരളം പോലൊരു സംസ്ഥാനത്ത്. അല്ല, അത് പറഞ്ഞു തീർത്തോട്ടെ. ഇത് ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള കടുവകൾ വെളി വരുമ്പോഴത്തേക്കിന് അവർക്കും ടെറിട്ടറി ഇല്ല. അപ്പോൾ ഈ ഡോമിനൻ്റ് ആയിട്ട് ഈ 10 വയസ്സിന് മേളിൽ 12 വയസ്സുള്ള കടുവകൾ വെളി വരുമ്പോൾ ആ കടുവകളെ നമ്മൾ പിടിച്ചു മാറ്റണം.